ബയോളജിക്കൽ ക്ലോക്ക്. ഞാനിതിലൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അലാറം വെച്ച ഫോൺ സ്വിച്ച് ഓഫായി പോയിട്ടുണ്ടായിരുന്നെങ്കിലും കൃത്യം 6 മണിക്ക് തന്നെ എൻ്റെ കണ്ണു തുറന്നു. ഓട്ടത്തിൽ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. ശരിയാക്കണം, വീണ്ടും ഓടണം. കുളി കഴിഞ്ഞ് കൃത്യം 7 മണിക്ക് തന്നെ പഠിക്കാനായിട്ടിരുന്നു. സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്, അതാണ് സബ്ജക്റ്റ്. അത്യാവശ്യം നല്ല പാടാണ്, എങ്കിലും പഠിക്കണം. കുറേ നാൾ കൂടി പഠിക്കാതിരുന്നുകൊണ്ടായിരിക്കും തല നന്നായിട്ട് പെരുക്കുന്നുണ്ട്. ശരീരം നിക്കോട്ടിൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഡോപ്പമിൻ്റെ കളികളാണെന്നേ. കൈപ്പത്തികളൊക്കെ എന്തോ പോലെ. ഇല്ല, ഈ വിഡ്രോവൽ സിൻഡ്രത്തിനൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. മനഃശക്തി കൊണ്ട് ഇതിനെയൊക്കെ പിടിച്ചു നിർത്തണം. നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ ഇതൊന്നൊരു പ്രശ്നമല്ല. നല്ലൊരു മീൻകറി കൂട്ടി ചോറുണ്ടാത്തീരാവുന്ന പ്രശ്നമേ തൽക്കാലം എനിക്കുള്ളൂ. വിശന്നിരിക്കുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കുന്നേക്കാൾ വലുതല്ലല്ലോ ഒരു ലഹരിയും. മനസ്സറിഞ്ഞ് എന്നെ കഴിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ശേഷം പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് കോഴ്സ് ഏതാണെന്ന് ചോദിക്കാനായിട്ട് ഗൂഗിൾ വന്നിട്ടുണ്ടായിരുന്നു. അവൻ കുറച്ച് വിഷമത്തിലായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള പഠിത്തം കുറച്ച് പ്രശ്നമാണ്, ഉറക്കം വരും. അതിദുർബലമായിരുന്ന എൻ്റെ പ്രണയത്തിൻ്റെ ചരമവാർഷികമാണെന്ന്. ഉന്നോട് നാനിരുന്ന ഒവ്വൊരു മണിത്തുറയും മരണപ്പെടുക്കയിലും മറന്നിരാതെ കൺമണി. പാവം, അവൾക്ക് നല്ലത് വരട്ടെ.